രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഞാൻ എവിടെയായിരുന്നു? കുറച്ച് തിരക്കിലായിരുന്നു. നിന്റെ തിരക്കിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. കേസ് കോടതി തള്ളിക്കളഞ്ഞതും നീ മഹിമയെ കൊണ്ട് കാലി പിടിപ്പിച്ചതും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നീ കളിക്കുന്ന സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എതിരാളികളെ കായികമായിട്ടല്ല മാനസികമായിട്ടാണ് തളർത്തുന്നത്. അതുകൊണ്ട് നീ കൊടുത്ത മുറിവുകളൊന്നും മുകുന്ദനോ അവന്റെ കുടുംബമോ അടുത്ത കാലത്തൊന്നും മറക്കില്ല. മഞ്ജുവിനെയും ഗിരിയെയും തോൽപ്പിക്കണമെങ്കിൽ നീ എന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. തൽക്കാലം എന്റെ കളികളെല്ലാം മഹിമയ്ക്കും മുകുന്ദനും എതിരെ മാത്രമാണ്. സമയമാവുമ്പോ ഞാൻ ഗിരിക്കും മഞ്ജുവിനും എതിരെ തിരിഞ്ഞോളാം. അത് മതി. അല്ല, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ മുകുന്ദനെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് ബലം കാണണമെങ്കിലേ എനിക്ക് ഗോപാൽജിയുടെ സഹായം കിട്ടിയേ പറ്റൂ. നിനക്ക് എന്ത് സഹായം വേണ്ടേ? സാമ്പത്തിക സഹായം തന്നെ. പേടിക്കണ്ട, ഈ ഇറക്കുന്ന കാശ് വെറുതെ പോവില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടാൽ മതി. ഈ കാശ് കൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? പറയാം. കൊള്ളാം. നിനക്ക് കാശ് വേണ്ടത് എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിച്ചു തരാം. ശരി. എന്നാ ശരി. മഹിമയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാന്ന് കരുതിയോ മുകുന്ദ? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ എല്ലാ അപമാനങ്ങൾക്കും പ്രതികാരം ചെയ്തേ നിന്നെ ഞാൻ മരിക്കാൻ പോലും അനുവദിക്കൂ. സഞ്ജുട്ടിന് എന്ത് പണിയായി കാണിച്ച്? കുറച്ചുകൂടി ക്ഷമയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ? ഞാനതിന് ശ്രമിച്ചില്ലെന്നാണ് നീ വിചാരിക്കുന്നത്? ഞാൻ പരമാവധി ശ്രമിച്ചു. പിന്നെ അയാളുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാ ഞാൻ പ്രതികരിച്ചത്. കാദർക്ക് എന്ത് ചെയ്തിട്ടാ നീ പ്രതികരിച്ചത്? എന്താടാ നീ ഒന്നും പറയാത്തത്? വെറുതെ ചൂടാവാൻ നിക്കണ്ട ഗിരിയേട്ടാ. സഞ്ജുവിന് പറയാനുള്ളത് എന്താണെന്നും കൂടി കേൾക്കണം. കേൾക്കാം. ഇവന് പറയാനുള്ളത് കൂടി കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഈ പോഴത്തരം കാണിച്ചതിന് ഇവൻ എന്ത് ന്യായീകരണമാണുള്ളതെന്ന് എനിക്കറിയണം. എടാ, നീ കാരണം എത്ര വർഷത്തെ ബന്ധമാണ് ഇല്ലാതായെന്ന് അറിയാമോ? അയാളെ പോലെ ചീപ്പായ ആളുകളുമായിട്ട് എന്തിനാ ബന്ധം വയ്ക്കുന്നത്? അയാള് ചീപ്പായതുകൊണ്ടാണോ നീ പിടിച്ച് തല്ലിയത്? തല്ലേ? പിന്നെ ഇവൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇവൻ ചുമ്മാ രാജിവെച്ചിട്ട് വന്നാണെന്നോ? തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് കാദർക്കയുടെ മുഖത്തടിച്ചിട്ടേ ഇവൻ വന്നത്. അയാളുടെ സംസാരം ഒട്ടും ശരിയല്ല. എന്നോട് ഒരു ബഹുമാനമില്ലാതെ അയാൾ പെരുമാറിയത്. എന്തിനാ അയാൾ നിന്നോട് ബഹുമാനം കാണിക്കേണ്ടത്? നീ അയാളുടെ വെറും ഒരു തൊഴിലാളിയാ. ഗോപാൽജിയുടെ മകനായി നീ വിലസിയിരുന്നപ്പോ നിന്റെ തൊഴിലാളികളോട് നീ ബഹുമാനത്തോടെ പെരുമാറിയിട്ടുണ്ടോ? നീ അവിടെ വലിയ മാസ് കാണിച്ചെന്നാണോ നിന്റെ വിചാരം? എടാ, കാദർക്ക് അവിടുത്തെ തൊഴിലാളികളോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ അവിടെ വെച്ച് തല്ലി കൂട്ടിയാണ്. എന്നെ ഓർത്തിട്ട് മാത്രമാ അയാൾ നിന്നെ വെറുതെ വിട്ടത്. അയാൾക്ക് കൊള്ളേണ്ട അടി തന്നെ കിട്ടിയത്.
നിന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞതാണോ അയാൾ ചെയ്ത തെറ്റ്? നിനക്കൊക്കെ വല്ല ബോധം ഉണ്ടോടാ? എന്താടാ ഗിരിയേട്ടാ, നിന്നെ ഞാൻ ബഹുമാനിക്കാത്തതിന് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നെ തല്ലണോ? ഗിരിയേട്ടാ, തല്ലടാ. ഗിരിയേട്ടാ, വേണ്ട വേണ്ട. കാതർക്ക് നിനക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അയാളുടെ സ്വഭാവം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. എന്നിട്ടും നീ എന്തിനാ എന്നെ അയാളുടെ അടുത്തേക്ക് തന്നെ ജോലിക്ക് അയച്ചത്? അയാൾ എന്നെ അപമാനിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം നീ അയാളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെങ്കിലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. നീ ഇതും ഇതിനപ്പുറവും പറയും. ഞാൻ ഇതൊക്കെ കേൾക്കണം. നിന്നെ സഹായിക്കാൻ ശ്രമിച്ച എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഇനി ഇവന്റെ കാര്യത്തില് എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. ദേ, കുഞ്ഞിന്റെ സെന്റിമെന്റ്സ് പറഞ്ഞോണ്ട് നീ എന്റെ അടുത്തേക്ക് വന്നു പോരുത്. നീ നാളെ തന്നെ കാതർക്കയോട് മാപ്പ് പറഞ്ഞോ. മാപ്പ് പറയാനോ? ഞാനോ? എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഞാൻ മാപ്പ് പറയില്ല. ഇതിപ്പോ ഞാൻ എന്റെ ഭാഗത്തല്ലേ? മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞോണം. ഇല്ലെങ്കിൽ ആളിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആട്ടിച്ചതിന്റെ മോന്ത പരത്ത് ഞാൻ കേട്ടോ. നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ല. ഗോപാൽജിയുടെ മകൻ എന്നുള്ള മേൽവിലാസം ഇല്ലെങ്കിൽ നീ ആരുമല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ? നീ ഇങ്ങനെ നാണം കെട്ട് ജീവിച്ച് ശീലിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയാം. നാളെ നിന്റെ കുഞ്ഞിന്റെ മുന്നിലും നീ നാണം കെടും. നീ കുറെ ആലോചിച്ചും മനക്കണക്ക് കൂട്ടിയല്ലേ ഇവനെ കല്യാണം കഴിച്ചത്. ഇപ്പോഴും നീ നല്ലൊരു തീരുമാനമാണ് എടുത്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എന്റെ ഭർത്താവിൽ വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സഞ്ജുവേട്ടൻ കഴിവ് തെളിയിക്കും. കുറെ തെളിയിക്കും. സാരമില്ല സഞ്ജുവേട്ടാ, ഞാൻ പറയുന്നത് കേട്ട് സഞ്ജുവേട്ടൻ ശ്രമിച്ചല്ലോ, എനിക്കത് മതി. നീ മാത്രം എന്നെ ശരിക്കും മനസ്സിലാക്കുന്നത്. അവന്റെ സംസാരം കേട്ടില്ലേ? എന്ത് കണ്ടിട്ട് അവനിങ്ങനെ അഹങ്കരിക്കുന്നെന്ന് എനിക്കറിയില്ല. സ്വന്തം അച്ഛൻ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഞാൻ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയില്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണവും പെരുവഴിയിലായനെ. സഞ്ജു അവന്റെ വിവരക്കേട് കൊണ്ട് പറയുന്നതല്ലേ. അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നമുക്കെല്ലാം ക്ഷമിക്കാം. വേണ്ട വേണ്ട വേണ്ട. ഈ കുഞ്ഞിന്റെ സെന്റിമെന്റ്സ് പറഞ്ഞിട്ടാ അമ്മയും നീയും കൂടി എന്നെ ഈ കളത്തിൽ ഇറക്കിയത്. എന്നിട്ടിപ്പോ എന്തായി? ഞാൻ അവനെ പാര വെച്ചെന്നു. ഗിരിയേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് സഞ്ജുവിന് നന്നായിട്ട് അറിയാം. ജോലി പോയതിന്റെ ചമ്മല് മറയ്ക്കാൻ എന്തെങ്കിലും നുണ പറയണോന്ന് കരുതി തട്ടിവിട്ടതായിരിക്കും. അതൊന്നും ഗിരിയേട്ടൻ കാര്യമാക്കാൻ നിൽക്കണ്ട. സ്വപ്നയും കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാ ഞാൻ അവനെ സഹായിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ടിപ്പോ അവൻ തന്നെ എന്നെ കുറ്റക്കാരനാക്കി. എനിക്ക് സഞ്ജുവിനെ തല്ലാനുള്ള ദേഷ്യം വന്നതാ. ഗിരിയേട്ടൻ ആവശ്യത്തിനധികം സഞ്ജുവിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവനൊരാണല്ലേ. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിതനാവുന്നത് അവനെ തളർത്തി കളയില്ലേ. അതവന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും. അവൻ ആ പറഞ്ഞ സാധനം കൂടിയതിന്റെ പ്രശ്നമാണ്. മനുഷ്യനായാലേ കുറച്ചൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റണം.